എല്ലാ പഞ്ചായത്തുകളിലും ലീഡ് ചെയ്യാൻ പറ്റി. കരുളായിൽ 200 വോട്ടിന് പിറകിൽ പോയി എങ്കിലും എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭയിലും ലീഡ് ചെയ്യാൻ പറ്റി. ഒരു നല്ല ഭൂരിപക്ഷം. ഈ ഡീലിമിറ്റേഷന് ശേഷമുള്ള നിലമ്പൂർ നിയോജകമണ്ഡലം, അതായത് കാളികാവും ചോക്കാടും ചാലിയാർ പഞ്ചായത്തും UDFന്റെ കുത്തകയായ പഞ്ചായത്തുകൾ, വലിയ ഭൂരിപക്ഷം നൽകുന്ന പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തുകൾ ഡീലിമിറ്റേഷന് ശേഷം നിലമ്പൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് പോയതിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 2011-ലാണ്. 2011-ലെ തെരഞ്ഞെടുപ്പിൽ എന്റെ പിതാവ് ജയിച്ചത് 5000 ചില്ലാനം വോട്ടിനാണ്. ഏകദേശം 5800ഓളം വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചത്. അതിനുശേഷം 2 തെരഞ്ഞെടുപ്പുകളിലും 2016-ൽ ഞാൻ പരാജയപ്പെട്ടു, 2021-ൽ ശ്രീ പ്രകാശ് പരാജയപ്പെട്ടു. അതിനുശേഷം ഇതൊരു വലിയ ഭൂരിപക്ഷത്തിന്, 11,000 ചില്ലാനം ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലം തിരിച്ചു പിടിച്ചു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുണ്ട് എന്ന് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഈ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള ജനങ്ങളുടെ വിജയമാണ് യഥാർത്ഥത്തിൽ ഈ 11,000 ചില്ലാനം ഭൂരിപക്ഷം എന്നാണ് പറയാനുള്ളത്. ബാക്കി എന്തൊക്കെ പറഞ്ഞാലും നിലമ്പൂര് കഴിഞ്ഞ കുറെ കാലങ്ങളായി അവഗണിക്കപ്പെടുകയാണ്. വാഗ്ദാനങ്ങളാൽ കബളിപ്പിക്കപ്പെട്ട നിലമ്പൂരാണ്. 100 പ്രശ്നങ്ങൾ, UDF കൊണ്ടുവന്ന പദ്ധതികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയത്, പല കാര്യങ്ങളുമുണ്ട്. അതിനൊക്കെയുള്ള നിലമ്പൂരിന്റെ പ്രതിഷേധം കൂടിയായാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്.